പവളമല മുരുകൻ ക്ഷേത്രം ഗോപിച്ചെട്ടിപ്പാളയത്തിന്റെ സമീപമുള്ള മറ്റൊരു മുരുകൻ ക്ഷേത്രമാണിത്. പച്ചമല മുരുക ക്ഷേത്രവും പവളമല മുരുകൻ ക്ഷേത്രവും അടുത്താണ്. 3 കിലോമീറ്റർ ദൂരമാണ് ഉള്ളത്. തമിഴിൽ പവളം എന്നാൽ പവിഴം എന്നാണ്. ചുവന്ന രത്നം ഇത് ചൊവ്വ ഗ്രഹത്തിന്റെ നിറവുമാണ്. സുബ്രഹ്മണ്യൻ ഈ ഗ്രഹത്തിന്റെ അധിപതി ആയതിനാൽ ഈ ക്ഷേത്രത്തിൽ ചൊവ്വാഴ്ചകളിലെ അദ്ദേഹത്തിന്റെ ആരാധന വളരെ ശ്രേഷ്ഠമാണ്. ശ്രീ മുത്തുകുമാരസ്വാമിയാണ് പ്രതിഷ്ഠ. പല ഭരതനാട്യ കച്ചേരികളിലും ഉൾപ്പെടുത്തിയിട്ടുള്ള കുറ്റാല കുറവങ്ങിയെക്കുറിച്ച് വായനക്കാരിൽ പലരും കേട്ടിട്ടുണ്ടാകും. പ്രശസ്ത തമിഴ് കവിയായ തിരികൂട രസപ്പ കവിരായരുടെ സൃഷ്ടിയാണിത്. കുറവർകൾ എന്നറിയപ്പെടുന്ന ഒരു കൂട്ടം ജിപ്സികളുടെ ജീവിതത്തെക്കുറിച്ചാണ് ഇത് പറയുന്നത്. അവർ ശുദ്ധവും പാപരഹിതവുമായ ജീവിതമുള്ള നാടോടികളാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഈ കവിതയിൽ തങ്ങളുടെ ജന്മദേശത്തെക്കുറിച്ച് പാടുമ്പോൾ അവർ പറയും, പച്ചമല പവളമല എങ്ങൽ നാട്, പരമേശ്വരൻ വാഴും മല എങ്കിൽ നാട്. എന്നുവച്ചാൽ ഞങ്ങൾ പച്ചമലയുടെയും പവളമലയുടെയും നാട്ടുകാരാണ്, അതും ശിവന്റെ വാസസ്ഥലമാണ്. അതിനാൽ ഈ 2 മലകളുടെയും സംയുക്ത തീർത്ഥാടനം. ഒരു ഗ്രന്ഥത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നതുപോലെ കടയേഴു വള്ളങ്ങളിൽ 7 മനുഷ്യസ്നേഹികളായ രാജാക്കന്മാർ ഒരാളായ പാരി രാജാവാണ് ഈ സ്ഥലം ഭരിച്ചിരുന്നതെന്ന് ഒരു വിശ്വാസമുണ്ട്. ത്രിശതി എന്നാൽ ഭഗവാന്റെ 300 നാമങ്ങൾ എന്നാണ് അർത്ഥം. ലളിത ത്രിശതി, ശിവ ത്രിശതി, സുബ്രഹ്മണ്യ ത്രിശതി എന്നിവ ഈ രചനയിൽ വരുന്നു. മഹാനായ രാക്ഷസനായ ശൂരനെയും സഹോദരന്മാരെയും സൈന്യത്തെയും പരാജയപ്പെടുത്തിയതിന്റെ മഹത്വം, സൃഷ്ടി, നിലനിർത്തൽ, സംഹാരം എന്നിവയുടെ ശക്തി എന്നിവയെക്കുറിച്ച് പറയുന്ന ഈ 300 നാമങ്ങളാൽ ആളുകൾ മുരുകനെ ആരാധിക്കുന്നു. ശത്രുക്കളുടെ മേലുള്ള തന്റെ ശക്തിയെ പ്രതിനിധീകരിക്കുന്ന 6 മുഖങ്ങളുണ്ട്. മുരുകൻ, വള്ളിയും ദൈവാനിയുമായുള്ള വിവാഹം, ഓം മന്ത്രത്തിന്റെ അർത്ഥം വിശദീകരിക്കുന്ന സ്വന്തം പിതാവായ പരമശിവനെ പഠിപ്പിക്കൽ, ദേവന്മാരെ സംരക്ഷിക്കാനുള്ള പ്രതിജ്ഞ, ശാസ്ത്രങ്ങളിലെ പാണ്ഡിത്യം, ഭക്തരോടുള്ള എല്ലാ കാരുണ്യവും. അദ്ദേഹത്തിന്റെ 6 മുഖങ്ങളിൽ നിന്ന് മഹാമന്ത്രമുണ്ടായി. അതാണ് ശരവണ ഭവ സദാക്ഷര 6 അക്ഷരങ്ങൾ എന്നറിയപ്പെടുന്ന മന്ത്രമാണ് ഈ മന്ത്രം. ഈ ത്രിശതിയിൽ ഓരോ മുഖത്തിനും 50 നാമങ്ങൾ അടങ്ങിയിരിക്കുന്നു. ഈ ത്രിശതി നാമങ്ങൾ ജപിക്കുന്നതിലൂടെ ഭക്തന് വിവാഹശ്രമങ്ങളിലെ തടസ്സങ്ങളിൽ നിന്ന് മോചനം നേടുന്നു, സന്താനഭാഗ്യം, ജീവിതത്തിൽ എന്നും വിജയം മാത്രം, ശത്രുക്കളെ ജയിക്കുക തുടങ്ങിയവ ആണ്. പവിഴപ്പുറ്റിന്റെ നിറം ചുവപ്പാണ്. ഈ നിറത്തിന് ചൊവ്വയാണ് അധികാരം. ചൊവ്വയുടെ പ്രതിഷ്ഠ മുരുകനാണ്. ചില ആളുകൾ ജീവിതത്തിൽ ഗ്രഹത്തിന്റെ പ്രതികൂല ഫലങ്ങൾ നേരിടുന്നു. പവളമലയിൽ മുരുക ഭഗവാന് ഈ ത്രിശതി അർച്ചന നടത്തിയാൽ ഈ ചൊവ്വാദോഷം സമനിലയിലാക്കും. ചൊവ്വയിലെ ചൊവ്വാ ദിവസങ്ങളിൽ ഈ ആരാധനയിൽ ആളുകൾ പങ്കുചേരുന്നത് പരിപ്പു പായസം, വട എന്നിവ ഉപയോഗിച്ച് തയ്യാറാക്കിയ നിവേദ്യമാണ് ഭഗവാന് സമർപ്പിക്കുന്നത്. ഈ ക്ഷേത്രത്തിലെ അധിപനായ മുത്തുകുമാരസ്വാമി ബ്രഹ്മചാരിയാണ് എന്നതും ശ്രദ്ധേയമാണ്. അതിനാൽ മുരുകനുമായുള്ള വിവാഹത്തിന് മുമ്പുള്ളതുപോലെയാണ് വള്ളിയുടെയും ദൈവാനിയുടെയും പ്രതിഷ്ഠ. കൈലാസനാഥർക്കും മാതാവ് പെരിയനായകിക്കും അവരുടെ ശ്രീകോവിലുകളിൽ ചൊവ്വാഴ്ച രാവിലെയാണ് പാൽ അഭിഷേകം സമർപ്പിക്കുന്നത്. കൈലാസനാഥരുടെ വിഗ്രഹം ഈ ക്ഷേത്രത്തിന് സമീപത്തെ കൃഷിയിടത്തിൽ നിന്ന് കർഷകർ കണ്ടെത്തി. ഈ ക്ഷേത്രത്തിൽ ഭക്തർ ഈ ലിംഗ സ്വയംഭുലിംഗം പ്രതിഷ്ഠിച്ചിരുന്നു. കൈലാസനാഥനെ പ്രാർത്ഥിക്കുന്ന ഒരാളിൽ എല്ലാ രോഗങ്ങളും മാറുമെന്നത് ഭക്തരുടെ അനുഭവമാണ്. കാറ്റിന്റെ ദേവനായ വായുവും ദിവ്യസർപ്പമായ ആദിശേഷനും തമ്മിൽ ആരുടെ ശാരീരിക വീര്യം കൂടുതൽ ശക്തമാണ് എന്നതിനെ ചൊല്ലി ഒരു മത്സരമുയർന്നു. ആദിശേഷൻ തന്റെ ശക്തിയാൽ മേരുപർവ്വതം ബന്ധിച്ചു. അതിനെ തകർക്കാൻ വായു ശക്തമായി ഊതി. പർവ്വതം ചിതറിപ്പോയി അതിലെ ഒരു കഷണം ഇവിടെ വീണു. അതാണ് പവളമല. വിനായകന്റെ ബുദ്ധിപരമായ സമീപനം കാരണം ഒരു മത്സരത്തിൽ മാമ്പഴം ലഭിക്കാത്തതിനാൽ മുരുകൻ തന്റെ വാസസ്ഥലമായി പഴനി തിരഞ്ഞെടുത്തത് ഓർക്കാം. എങ്കിലും എല്ലാ കുന്നുകളും അവന്റെ വാസസ്ഥലമാകാൻ ശിവനും ഭഗവാനും അമ്മ പാർവതിദേവിയും മുരുകനെ അനുഗ്രഹിച്ചു. കണവള കുല സമുദായത്തിൽപ്പെട്ട ഭക്തരാണ് പവളമലയിലെ ഈ ക്ഷേത്രം നിർമ്മിച്ചത്. പവളമല മുത്തുകുമാരസ്വാമി ക്ഷേത്രം എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും പിന്നീട് വൈകുന്നേരം 4 മണി മുതൽ രാത്രി 8 മണി വരെയും തുറന്നിരിക്കും. പവളമല സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം വർഷം മുഴുവനും നിരവധി ഉത്സവങ്ങൾക്ക് ആതിഥേയത്വം വഹിക്കുന്നു. അവ വളരെ ആവേശത്തോടെയും ഭക്തിയോടെയും ആഘോഷിക്കപ്പെടുന്നു. തമിഴ് മാസമായ പങ്കുനിയിൽ ആഘോഷിക്കുന്നു. 7 ദിവസം നീണ്ടുനിൽക്കുന്ന ഈ ഉത്സവം പങ്കുനി ഉതിരത്തിന്റെ മഹത്തായ ആഘോഷത്തിൽ കലാശിക്കുന്നു. ആയിരക്കണക്കിന് ഭക്തർ തങ്ങളുടെ പ്രാർത്ഥനകൾ അർപ്പിക്കാനും ഉത്സവങ്ങളിൽ പങ്കെടുക്കാനും ക്ഷേത്രം സന്ദർശിക്കുന്നത് കാണും. ഒക്ടോബർ നവംബർ മാസങ്ങളിൽ നടക്കുന്ന സ്കന്ദ ഷഷ്ടി ശൂരസംഹാരം ഉത്സവമാണ് മറ്റൊരു പ്രധാന ആഘോഷം. ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ ക്ഷേത്രത്തിൽ ആഘോഷിക്കുന്ന മറ്റൊരു പ്രധാന ഉത്സവമാണ് തായപൂസം ഉത്സവം. മെയ് ജൂൺ മാസങ്ങളിൽ നടത്തപ്പെടുന്ന വൈകാശി വിശാഖം ഉത്സവം. ക്ഷേത്രത്തിലെ കാർത്തികൈ ദീപം ഉത്സവം നവംബർ ഡിസംബർ മാസങ്ങളിൽ നടക്കുന്ന ഒരു പ്രധാന ആഘോഷമാണ്. തമിഴ്നാട്ടിലെ ഗോപിച്ചെട്ടിപ്പാളയം പട്ടണത്തിലാണ് പവളമല സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം. റോഡ് മാർഗവും റെയിൽ മാർഗവും ക്ഷേത്രത്തിലേക്ക് എളുപ്പത്തിൽ എത്തിച്ചേരാം. വിമാനമാർഗം ക്ഷേത്രത്തിലെത്താൻ 83 കിലോമീറ്റർ അകലെയുള്ള കോയമ്പത്തൂർ അന്താരാഷ്ട്ര വിമാനത്താവളമാണ് ക്ഷേത്രത്തിന് ഏറ്റവും അടുത്തുള്ള വിമാനത്താവളം. കോയമ്പത്തൂർ ഇന്റർനാഷണൽ എയർപോർട്ട് ഇന്ത്യയിലെയും മറ്റ് രാജ്യങ്ങളിലെയും പ്രധാന നഗരങ്ങളുമായി നന്നായി ബന്ധിപ്പിച്ചിരിക്കുന്നു. വിമാനത്താവളത്തിൽ നിന്ന് സന്ദർശകർക്ക് ഒരു ടാക്സി വാടകയ്ക്കെടുക്കുകയോ ബസ്സിലോ ക്ഷേത്രത്തിലെത്താം.
റെയിൽ വഴിയാണ് എങ്കിൽ 38 കിലോമീറ്റർ അകലെയുള്ള ഈറോഡ് ജംഗ്ഷനാണ് ക്ഷേത്രത്തിന് ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ. റോഡ് വഴി ക്ഷേത്രത്തിലെത്താനുള്ള മാർഗം. തമിഴ്നാട്ടിലെ വിവിധ നഗരങ്ങളിലേക്കും പട്ടണങ്ങളിലേക്കും റോഡ് മാർഗം ഗോപിച്ചെട്ടിപ്പാളയം നന്നായി ബന്ധപ്പെട്ടിരിക്കുന്നു. നഗരമധ്യത്തിൽ നിന്ന് ഏകദേശം 4 കിലോമീറ്റർ അകലെയാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. സന്ദർശകർക്ക് ഒരു ടാക്സിയോ ഓട്ടോറിക്ഷയോ വാടകയ്ക്ക് എടുത്ത് ക്ഷേത്രത്തിലെത്താം.